എടോ, ഒരു സഹായം വേണം. നീ കാട്ടുമുത്തപ്പനോ? എന്താ കാര്യം? പണിയെടുത്ത് മടുത്തടോ. എനിക്ക് വിശ്രമം വേണം. വിശ്രമിക്കാൻ സ്ഥലത്തിനാണോ? സൂത്രൻ്റെ ഗുഹയിൽ വിശ്രമിക്കാമല്ലോ. അതല്ലെന്നേ, ഈയിടെയായി എല്ലാവർക്കും കാട്ടുമുത്തപ്പ വിശ്വാസം വല്ലാതെ കൂടിയിട്ടുണ്ട്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ സകലരും എന്നെ വിളിക്കുകയാ. ഞാനൊരാളല്ലേ ഉള്ളൂ ഈ കാട്ടിൽ. ആര് വിളിച്ചാലും ഓടിയെത്താൻ തളർന്നു. കാട്ടുമുത്തപ്പൻ ഓടുമോ? ഞാൻ കണ്ടിട്ടില്ല. താൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. വഴി കിട്ടി. കാട്ടുമുത്തപ്പൻ എന്നൊരാൾ സത്യത്തിൽ ഇല്ല എന്നങ്ങ് പ്രചരിപ്പിക്കുക. മുത്തപ്പൻ ഇല്ല എന്ന് എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിക്കാം. പിന്നെ ആരും വിളിക്കില്ലല്ലോ. കാട്ടുമുത്തപ്പൻ ഇല്ലേ? അപ്പോൾ ഇത്രയും കാലം വിളിച്ചപ്പോൾ വന്നതാരാ? ആരും വന്നില്ല. എല്ലാം തോന്നലായിരുന്നു. എനിക്കും പലതവണ തോന്നൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ ഇത് എല്ലാവരോടും പറയണ്ടേ? കഴുതകളായാൽ ഇതാക്കണം. പെട്ടെന്ന് വിശ്വസിച്ചോളൂ. കാട്ടുമുത്തപ്പൻ ഇല്ലെന്ന് പ്രചരിപ്പിക്കണം. പറ്റുമോ? കാട്ടുമുത്തപ്പൻ വെറും അന്ധവിശ്വാസം എന്ന് കാട് മുഴുവൻ എഴുതി വയ്ക്കണം. എഴുതാൻ വയ്ക്കാം. ഇനി ആരും കാട്ടുമുത്തപ്പനെ വിശ്വസിക്കരുത് എന്നും എഴുതണം. പക്ഷെ തോന്നലാണെന്ന് വിശ്വസിക്കണം. ഇത് മതി. ഇനി അവന്മാരെ നോക്കിക്കോളും. കാട്ടുമുത്തപ്പൻ രക്ഷപ്പെട്ടു. എന്തായി എന്ന് ഒന്ന് പോയി നോക്കണ്ടേ? കാട്ടുമുത്തപ്പനോ? കാട്ടുമുത്തപ്പനല്ല, തോന്നലാ. എഴുതി കൈ വേദനിച്ചപ്പോൾ സഹായിക്കാൻ വിളിച്ചതാ.